ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നിന്നെ ഞാൻ അയ്യോ വസുമതി, എന്തിനാടി ഞങ്ങളുടെ സമാധാനം കളയാനായിട്ട് ഇങ്ങനെ നടക്കുന്നേ? വാടി ഇവിടെ. വസുമതി, ഞാൻ പറയട്ടെ മോളെ. മുത്തശ്ശി, എന്ത് ദ്രോഹ നീ കാണിക്കുന്നേ? ആന്റി നിർത്തോന്ന്. നിങ്ങൾ എന്തേ കാണിക്കുന്നേ? പൂർണിമേ, നിനക്കറിയില്ല ഇവളെ. മൂർഖനേക്കാൾ വിഷമുണ്ട് ഇവൾക്ക്. ഇവൾക്ക് ആകെ ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, അത് എന്റെ മോൾ അഷിതയുടെ ജീവിതം നശിപ്പിക്കാന്നുള്ളതാ. ഇവളെ വേണ്ട, ദുർഗ ഉപദ്രവിക്കരുത്. ഇതൊക്കെ പറയാൻ നീ ആരടാ? ഒന്ന് നിർത്തിക്കേ. നിങ്ങൾ കുടുംബത്തോടെ ഇവിടെ ഒന്ന് നാടകം കളിക്കുവാണോ? ആദ്യം എങ്ങനെയൊക്കെയോ ഒരുത്തി എന്റെ മോന്റെ തലേ കെട്ടിവെച്ചു. ഇപ്പതേ അടുത്തവള് താലി മാലയൊക്കെ ഇട്ട് ലോകത്തെങ്ങും ഇല്ലാത്ത ന്യായമായി വന്ന് നിക്ക. അയ്യോ അമ്മേ, ഇതൊന്നും ഞങ്ങൾ അറിഞ്ഞ കാര്യങ്ങളല്ല. ഇതല്ല ഈ ദുർഗയുടെ മാത്രം കുരുട്ടുബുദ്ധിയാ. തല പെരുക്കുന്നു, ഇതൊക്കെ കാണണം. നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ വീട്ടിൽ വെച്ച് തീർത്തോണം. അല്ലാതെ ഞങ്ങളുടെ മുറ്റത്ത് വന്നല്ല നാടകം കളിക്കേണ്ടത്. മനുഷ്യനെ നാണം കെടുത്താൻ ഇറങ്ങിയിരിക്കുന്നു ഒരുമ്പട്ടോള്. നിന്നെ ഞാൻ ഇനി ദുർഗയെ തല്ലരുത്. വന്നിറങ്ങിയപ്പോ നിങ്ങൾ തല്ലി, അത് ഞാൻ ക്ഷമിച്ചു. ഇനി ഇവളെ തൊടാൻ ഞാൻ ആരെയും സമ്മതിക്കില്ല. ദുർഗ ഇപ്പൊ എന്റെ ഭാര്യയാണ്. നിങ്ങൾക്കിട്ട് തല്ലാന് തട്ടിക്കളിക്കാനുള്ള പാവയല്ല. അത് പറയാൻ നീ ആരാടാ? സ്വന്തം അച്ഛൻ ആരാണെന്ന് പോലും അറിയാത്ത വെറും ഒരു അനാഥ ചെക്കൻ ഞങ്ങളുടെ നേരെ സംസാരിക്കാൻ തുടങ്ങിയോ? ഇതിനാണോ ഇത്രയും നാൾ ഒരു പാവമായിട്ട് അഭിനയിച്ച് ഞങ്ങളുടെ വീട്ടിൽ വന്ന് താമസിക്കാൻ തുടങ്ങിയത്? പറയടാ. നിന്നെ ഞാൻ
കച്ചറ. വേണ്ട പച്ചി, കിരൺ എന്റെ ഭർത്താവാ. മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് കിരണിനെ കൊച്ചാക്കി സംസാരിക്കാൻ ഞാൻ സമ്മതിക്കില്ല. എന്ത് ചേച്ചി ഇവിടെ നടക്കുന്നത്? ഓഹോ, നിന്നെ പറഞ്ഞ ഇവൻ തടയും, ഇവനെ പറഞ്ഞ നീ തടയും. നീയൊക്കെ ആരാന്ന നിന്റെയൊക്കെ വിചാരം? ലൈല മജ്നു? എടി ദുർഗേ, ഇവിടെ നീയും ഇവനും കൂടി ഇപ്പൊ കാണിക്കുന്ന പ്രഹസനത്തിന് നിന്നെയൊക്കെ കൊണ്ട് മറുപടി പറയിച്ചില്ലെങ്കിൽ എന്റെ പേര് വസുമതി എന്നല്ല. ഞങ്ങൾ കല്യാണം കഴിച്ചത് നിങ്ങളെ ആരെയും വിശ്വസിച്ചല്ല. ഞങ്ങൾക്ക് പൂർണിമ ചേച്ചി എല്ലാ സഹായങ്ങളും ചെയ്തു തരും. അതുകൊണ്ട് ഞങ്ങളിനി നിങ്ങളുടെ അടുത്തേക്ക് വരുമെന്നോ നിങ്ങളുടെ കാൽ കീഴിൽ ജീവിക്കുമെന്നോ കരുതണ്ട. നിന്നെയൊക്കെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതേ എവിടെയെങ്കിലും പോയി സ്വന്തമായിട്ടൊരു കുടുംബം ഉണ്ടാക്കി ജീവിക്കുന്നു കരുതിയാ, അല്ലാതെ ഇവിടെ വന്നിങ്ങനെ തെണ്ടാൻ നിൽക്കുന്നു കരുതിയില്ല. താലി കഴുത്തി കിടക്കുന്നോണ്ടല്ലേ നിനക്ക് ഇത്രയ്ക്ക് ധൈര്യം? ആരും അറിയാതെ എവിടെയെങ്കിലും പോയി ഒരു താലിയും കഴുത്തിലിട്ട് വന്നാ അതിന്റെ പേര് കല്യാണമെന്നല്ല. അതിവിടെ ആരും അംഗീകരിക്കാനും പോകുന്നില്ല. ഇതിനി നിന്റെ കഴുത്തിൽ വേണ്ട. വസുമതി, കൈയെടുക്കാൻ കൈയെടുക്കാൻ. എല്ലാവരും ഞങ്ങളോട് ക്ഷമിക്കണം. പ്രശ്നങ്ങൾ പറഞ്ഞ് അവസാനിക്കുമെങ്കിൽ അങ്ങനെ കഴിയട്ടെ എന്ന് കരുതിയ ഇത്രയും നേരം മിണ്ടാതെ നിന്നത്. ദുർഗയും കിരണും അഭയം തേടി ഇങ്ങോട്ട് വന്നത് തെറ്റ് തന്നെ. അതിന് കാരണക്കാരി ഈ നിൽക്കുന്ന വസുമതി തന്നെ. വീട്ടിലേക്ക് വന്ന ഇവരെ വസുമതിയും ഗിരിജയും ചേർന്ന് ഇറക്കി വിട്ടത്. അത് തടയാൻ എനിക്കും അമ്മയ്ക്കോ സാധിച്ചില്ല. ഇവരെ തിരിച്ചു വിളിച്ചോണ്ട് ഞങ്ങൾ പോയിക്കണം. ഇവരിവിടെ വന്നതിനും നിങ്ങളെയൊക്കെ ബുദ്ധിമുട്ടിച്ചതിലും ഞാൻ നിങ്ങളോട് മാപ്പ് പറയുന്നു. അച്ഛൻ ആരോടും മാപ്പ് പറയാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. ഇത് ഞാനും കിരണും കൂടി എടുത്ത തീരുമാനം. എന്തിനാ മോളെ ഇങ്ങോട്ട് വന്നത്? നിങ്ങൾക്ക് വീട്ടിലോട്ട് തിരിച്ചു വന്നൂടെ?